എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 8 ആക്ടിവിറ്റികളാണ് തന്നിരിക്കുന്നത്. 6 ആക്ടിവിറ്റികളുടെ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ 8 ആക്ടിവിറ്റികളുടെയും ആൻസറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ഗിവൺ ബിലോ ആർ സം ഹിസ്റ്റോറിക് റിലിക്സ് ഓഫ് ദ മിഡീവൽ ഇന്ത്യ. അതായത് താഴെ തന്നിരിക്കുന്നത് മിഡീവൽ ഇന്ത്യയുടെ കാലത്തെ ചില ചരിത്ര സ്മാരകങ്ങളാണ്. അവയുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം. ഒന്നാമത്തേത് റെഡ് ഫോർട്ട്, രണ്ടാമത്തേത് ഹംപി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എ, ഡ്യൂറിങ് വിച്ച് റൈജിൻ വെയർ ദീസ് ബിൽഡ്. അതായത് ഇത് ഏതൊക്കെ ഭരണകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റെഡ് ഫോർട്ട് നിർമ്മിക്കപ്പെട്ടിരുന്നത് മുഗൾ പീരീഡിലാണ്. അതുപോലെ തന്നെ ഹംപി നിർമ്മിക്കപ്പെട്ടിരുന്നത് വിജയനഗര പീരീഡിലാണ്. അപ്പോൾ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Given below are some statements about Emperor Akbar by Pierre Jeric, the Jesuit priest. Find out the specialities of Emperor Akbar from the following. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് എംപറർ അക്ബറിൻ്റെ ചരമവാർത്ത എഴുതിയ പിയറി ജെറിക്കിൻ്റെ കുറച്ച് വാചകങ്ങളാണ്. അതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് അക്ബറിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ദ എംപറർ ഹു ഷൂക്ക് ദ ഈസ്റ്റ്. അതിൻ്റെ അർത്ഥം കിഴക്കിനെ വിറപ്പിച്ച രാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ ഒരു ശക്തനായ ഭരണാധികാരി എന്നാണ്. രണ്ടാമത്തേത് ഹി അഡ്മിനിസ്ട്രേറ്റഡ് ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് ഫെമിലിയർ ഓർ അൺഫെമിലിയർ. അതിൻ്റെ അർത്ഥം ഒരു തരത്തിലുമുള്ള വിവേചനം ഇല്ലാതെ, അത് ജാതിപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള നീതിയാണ് നൽകിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് റിലീജിയസ് ടോളറൻസ് ആണ്. അതായത് അക്ബറിൻ്റെ മതസഹിഷ്ണുതയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തത് മൂന്നാമത്തേത് ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് വീക്ക് വിത്ത് മേഴ്സി. അതായത് അദ്ദേഹം ശക്തരെ ശക്തി കൊണ്ട് നേരിടുകയും ദുർബലരെ ദയ കൊണ്ട് നേരിടുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത്രയുമാണ്. ആക്ടിവിറ്റി 2, എ ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ ദ ഐഡിയാസ് ദാറ്റ് ഗാന്ധിജി വിഷ് ടു ഇൻക്ലൂഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. വിച്ച് ഐഡിയാസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദീസ് റിലേറ്റഡ് ടു. അതായത് ഈ പറയുന്ന ഐഡിയാസ് ആണ് ഗാന്ധിജി തൻ്റെ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നത്. അത് ഏതെല്ലാം വിഭാഗങ്ങളിൽ പെടുന്നു എന്നാണ് കണ്ടെത്താനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ജെൻഡർ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സവർജിനിറ്റി. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ദ പുവർ ഷുഡ് ഹാവ് ആൻ എഫക്റ്റീവ് വോയിസ് ഇൻ ഫോമിംഗ് ദെയർ കൺട്രി. അതായത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും രാജ്യനിർമ്മാണത്തിൽ അവരുടേതായ പങ്കാളിത്തം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇക്വാലിറ്റി എന്നാണ്. രണ്ടാമത്തേത് ആൻ ഇന്ത്യ വെയർ വിമൻ ക്യാൻ എൻജോയ് ദ സെയിം റൈറ്റ്സ് ആസ് മെൻ. അതായത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും എല്ലാവിധ അവകാശങ്ങളും ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ ആൻസർ ജെൻഡർ ജസ്റ്റിസ്. മൂന്നാമത്തെ എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ക്യാൻ റിലീസ് ഇന്ത്യ ഫ്രം ഓൾ റെൽഡം ആൻഡ് പാറ്റർനേജ്. അതായത് എല്ലാവിധ രക്ഷകർത്താത്തിൽ നിന്നും ദാസ്യത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അതിൻ്റെ ആൻസർ സവർജിനിറ്റി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ് ഷാൽ ലീവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാ മതസ്ഥരും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ആൻസർ ഫ്രട്ടേണിറ്റി. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. ബൈ വിച്ച് നെയിം ഡു വി സെലിബ്രേറ്റ് ദ ഡേ വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ആയ ദിവസം നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അതിൻ്റെ ആൻസർ റിപ്പബ്ലിക് ഡേ. അടുത്തതായി ആക്ടിവിറ്റി 3, ബസവണ്ണ വാസ് എ ഫിലോസഫർ ആൻഡ് സോഷ്യൽ റിഫോമർ ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. അതിൻ്റെ എ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ബസവണ്ണ. ബസവണ്ണയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം. ഒന്നാമത്തേത് എ, ഫൗണ്ടർ വീരശൈവ മൂവ്മെൻറ്റ്. അതായത് വീരശൈവ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ, അത് ബസവണ്ണ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ഉണ്ട്. അടുത്ത ബി നോക്കാം. ബി, ദെയർ റിസൈഡിങ് പ്ലേസ് നോൺ ആസ് ഖർഖാനാസ്. അതായത് അവരുടെ താമസ സ്ഥലങ്ങളെ ഖർഖാനാസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അത് ബസവണ്ണയുമായി ബന്ധപ്പെട്ടതല്ല. സി നോക്കാം. എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗർ
കോമൺ കിച്ചൺ, അതായത് ലാങ്ങർ എന്ന് പറയുന്ന കോമൺ കിച്ചണിലെ പ്രാധാന്യത്തെപ്പറ്റി എംഫസൈസ് ചെയ്തു. അത് ബസവണ്ണയെ ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അതിൻ്റെ ഡി നോക്കാം. ദ ഐഡിയാസ് ദാറ്റ് എമേർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ വെയർ കൺവേഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വചനാസ്. അതായത് ഡിസ്കഷനിൽ ഉയർന്നു വരുന്ന ആശയങ്ങളൊക്കെ വചനാസ് എന്നുള്ള രീതിയിലാണ് ആളുകളുമായിട്ട് സംവദിച്ചിരുന്നത്. അത് ബസവണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആൻഡ് ഡി. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അനുഭവ മണ്ഡപം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ലെഡ് ടു ദ സോഷ്യൽ ചേഞ്ചസ് ഡിസ്ക്രൈബ്ഡ്. അതായത് അനുഭവ മണ്ഡപം രൂപീകരിച്ച ബസവണ്ണ സോഷ്യൽ ചേഞ്ചസിന് ഏതെല്ലാം രീതിയിലാണ് സ്വാധീനിച്ചത് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഞാൻ വായിക്കുന്ന മാത്രമേ ഉള്ളൂ, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. രണ്ടാമത്തേത്, അല്ലമ്മ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം. എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. People used to come to അനുഭവ മണ്ഡപം for spiritual discussion and renewal of knowledge. The ideas that emerged in the discussion were conveyed to the people in the name of vajanas. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്ത ആക്ടിവിറ്റി 4, നഞ്ചിയമ്മ won the 2020 National Film Award for the Best Female Singer. Nanjiyamma is the first person from the tribes to win this award. A question, prepare a questionnaire for interviewing Nanjiyamma to know about the artistic and cultural life of tribal people. There should be at least 5 relevant questions. അതായത് നഞ്ചിയമ്മയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5 ക്വസ്റ്റ്യനെങ്കിലും തയ്യാറാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ട്രൈബ്സ് ട്രഡീഷണൽ പ്രാക്ടീസസ് ആൻഡ് കസ്റ്റംസ്. സെക്കൻഡ്, ഹൗ ഡിഡ് യു സെലിബ്രേറ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽസ്. Third, can you name the musical instruments that tribes make and use? Fourth, how did you manage natural resources? Fifth, are there any traditional remedies or practices for health and wellness? Sixth, how do children learn traditional skills and knowledge? Last question, what are the biggest challenges facing your community? അപ്പോൾ നമ്മൾ 7 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 4. അടുത്തതായി ആക്ടിവിറ്റി 5, എ ക്വസ്റ്റ്യൻ, ദ റൂളർ ഹു സ്റ്റാർട്ടഡ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ വിത്ത് ഡൽഹി ആസ് ഇറ്റ്സ് സെൻറ്റർ. അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് മുഗൾ റൂൾ ആരംഭിച്ചത് ആരാണ്? അതിൻ്റെ ആൻസർ ബാബർ. ബി ക്വസ്റ്റ്യൻ, എംപറർ അക്ബർ വാസ് എ റിലീജിയസ്ലി ടോളറൻറ്റ് റൂളർ. സപ്പോർട്ട് വിത്ത് എവിഡൻസ്. ഹിൻഡ്, ഇബാദത്ത് ഖാന, ദിൻ ഇലാഹി, റോയൽ കോർട്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇബാദത്ത് ഖാനയും ദിൻ ഇലാഹിയും റോയൽ കോർട്ടും ഒക്കെ ചേർത്തുകൊണ്ട് അക്ബറിൻ്റെ റിലീജിയസ് പോളിസിയെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ ഞാൻ വായിച്ചു തരുന്നതേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്. Peace to all or Sulki Kul is the core of this vision. He aimed to clarify the idea that all visions are for the welfare of human beings. അടുത്ത പോയിന്റ്, the abolition of the religious tax called jizya proved that Akbar followed tolerance in the administrative field as well. അടുത്ത പോയിന്റ്, people from all sects were treated equally in all spheres of the Mughal rule. അടുത്ത പോയിന്റ്, രാജ തോഡർമാൾ, Raja Mansingh, Raja Bhagwaldas and Birbal were prominent among those who held high positions in the royal court of Emperor Akbar. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്തതായി ആക്ടിവിറ്റി 6, the ideas and values put forward by the Indian freedom struggle was the foundation of our constitution. A question, find and write the correct statement based on the first war of independence in 1857. അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്ത് താഴെ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. അതിൽ ഒന്നാമത്തേത്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ്. അത് കറക്റ്റായിട്ടുള്ള ആൻസറാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തേത്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രൂവ്ഡ് ദാറ്റ് ദർ ഈസ് നോ റിലവൻസ് ഫോർ സെക്യുലർ തോട്ട്സ്. അത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തേത്, ദ വാർ ഓഫ് 1857 ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് നാഷണലിസം എമംഗ് പീപ്പിൾ. അത് ശരിയാണ്. അടുത്ത ഫോർത്ത്, ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ട്രെങ്തൻഡ് ദ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ. അത് തെറ്റാണ്.
അടുത്ത ലാസ്റ്റ് പോയിന്റ്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കോസ്ഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മെനി റീജിയണൽ ഓർഗനൈസേഷൻസ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1, 3, 5 ശരിയായിട്ടുള്ളതാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ആക്ട് ഈസ് ദ ഐഡിയ ഓഫ് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെൻറ്റർ ഇൻക്ലൂഡ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഉൾപ്പെടുത്താൻ ഏത് ആക്റ്റാണ് കാരണമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ്. അടുത്ത സി ക്വസ്റ്റ്യൻ, what was the main proposal of the cabinet mission that visited India in 1946 which came to India for discussion the exchange of power? അതായത് അധികാരം കൈമാറുന്നതിന് വേണ്ടി ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് അവരെന്ത് ഐഡിയ ആണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ, എ കോഡ് ഓഫ് ലോ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രൊപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ. അതായത് ക്യാബിനറ്റ് മിഷൻ്റെ മെയിൻ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 6. അടുത്തതായി ആക്ടിവിറ്റി 7, എ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഡ്യൂറിങ് മുഗൾ റൂൾ ആൻഡ് വിജയനഗര റൂൾ. അതായത് മുഗൾ റൂളിൻ്റെയും വിജയനഗര റൂളിനെയും സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിരിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ. മുഗൾ റൂൾ, ദ ഫൈനൽ ഡിസിഷൻ ഇൻ ദ ഡിസ്പ്യൂട്ട് വാസ് ടേക്കൺ ബൈ ദ എംപറർ. വിജയനഗര റൂൾ, ദ അപ്പീലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. അടുത്ത സെക്കൻഡ്, ദെയർ വാസ് നോ സെപ്പറേറ്റ് കോർട്സ്. അതായത് പ്രത്യേകം കോർട്ടുകളില്ലായിരുന്നു, പ്രത്യേകം കോടതികളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുഗൾ റൂളിൽ. വിജയനഗര റൂളിൽ അങ്ങനെയല്ല, കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ്, അതായത് പല തലത്തിലുള്ള കോടതികൾ ഉണ്ടായിരുന്നു. അടുത്ത മുഗൾ റൂൾ, അവിടെ ഡാഷ് ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കാം. ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. അതായത് ലോക്കലായിട്ടുള്ള റിലീജിയസ് സ്കോളേഴ്സ് ആയിട്ടുള്ള ക്വാസിയാണ് ഡിസ്പ്യൂട്ടുകളൊക്കെ അന്വേഷിക്കുന്നതും നിയമം നടപ്പാക്കുന്നതും. അത് വിജയനഗര റൂളിൽ. ദ കോർട്സ് ഇൻ ദ വിജയനഗരാസ് സെറ്റിൽഡ് മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്. അതായത് വിജയനഗരയിലെ കോടതികളൊക്കെ ചെറിയ കുറ്റങ്ങളും അതുപോലെ തൊഴിൽ തർക്കങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Compare the administration of justice between the Mughal rule and Vijayanagara rule. Prepare a note on it. അതായത് മുഗൾ റൂളിലെയും വിജയനഗര റൂളിലെയും അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഈ ആൻസറും വായിക്കുന്നത് മാത്രമേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമേ മുഗൾ റൂൾ, ദ എംപറർ വാസ് ദ സോവർജിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. അടുത്ത പോയിന്റ്, ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് ദർ വെയർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ. ഇൻസ്റ്റെഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. Ministers and heads of departments were to advise the kings on administrative matters. അടുത്തത് വിജയനഗര റൂൾ. There was cabinet to help the king. The king had the power to demote and punish ministers. There were courts at various levels for the administration of justice. The appellate authority was the king himself. Minor offences and labor disputes were dealt with the village courts themselves. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. Activity 8. Given below are the hints of the major Bhakti Sufi scholars who lived in medieval India. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. അവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരെ പറ്റിയിട്ടുള്ളതാണ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത് നോക്കാം. വൺ ഓഫ് ദ മേജർ സൂഫി സ്കോളേഴ്സ് ഹു ലീവ്ഡ് ഇൻ ദ 13th 14th centuries ഇൻ ഡൽഹി. ഡൽഹി താമസിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സൂഫി സ്കോളറിൻ്റെ പേര്, അതിൻ്റെ പേര് തന്നിട്ടുണ്ട്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അടുത്തത്, ലീവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. ഹി റോട്ട് ഇൻ കന്നഡ, ഫൗണ്ടഡ് വീരശൈവ മൂവ്മെൻറ്റ്. അതായത് വീരശൈവ മൂവ്മെൻറ്റ് സ്ഥാപിച്ച കന്നഡ ദേശക്കാരനായ ആൾ. അതിൻ്റെ ആൻസർ ബസവണ്ണയാണ്. അടുത്തത്, ലീവ്ഡ് ഇൻ ഉത്തർപ്രദേശ് ഇൻ ദ 15th century. പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ത്രൂ ഹിംസ് നോൺ ആസ് ദോഹാസ്. ദോഹാസ് എന്നുള്ള പേരിൽ കീർത്തനങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഉത്തർപ്രദേശുകാരനായ ആൾ. അത് ആൻസർ കബീർ ആണ്. ബി ക്വസ്റ്റ്യൻ, പൂന്താനം, ഖാജ മൊയ്തീൻ ചിസ്തി, കാരക്കൽ അമ്മയാർ were the preachers of Bhakti Sufi movement. Identify the states where they lived and mark them on the outline map of India. അതായത് നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഏത് സ്റ്റേറ്റിൽപ്പെട്ട ആളുകളാണ് എന്ന്
മാർക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പൂന്താനം കേരളത്തിൽ ജീവിച്ച ആളാണ്. അപ്പോൾ നമ്മൾ പൂന്താനം കേരളത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഖ്വാജ മൊയ്തീൻ ചിസ്തിയാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം അജ്മീർ ആയിരുന്നു. അപ്പോൾ അത് അജ്മീർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ നമുക്ക് രാജസ്ഥാനിൽ അത് മാർക്ക് ചെയ്യാം. മൂന്നാമത്തേത് കാരയ്ക്കൽ അമ്മയാറാണ്. കാരയ്ക്കൽ അമ്മയാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 8. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് 6 എണ്ണം വരെ നിങ്ങൾ ശരിയാക്കിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് അവസാനിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും മറ്റഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.